സോ നമ്മൾ ഓൺലൈൻ ടീച്ചിങ്ങിൽ ഏറ്റവും ആദ്യം അറിയേണ്ട കുറച്ച് ടൂളുകളാണല്ലേ പെട്ട ഒന്നാണ് വീഡിയോ കോൺഫറൻസിങ്ങിന്റെ ടൂളുകൾ അല്ലെ. അതിൽ പോപ്പുലർ ആയിട്ട് കിടക്കുന്ന ഗൂഗിൾ മീറ്റും സൂമും ഒക്കെയാണ്. ഓക്കെ, ഇനി ഇതല്ലാതെയുണ്ട് നമുക്ക് ക്ലാസ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ റെക്കോർഡൊക്കെ ചെയ്ത് അതിൽ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആപ്പുകൾ പറ്റില്ല. ടീച്ച് മിന്റ് പോലത്തെ ഒക്കെ ആപ്പുകളുണ്ട്. അപ്പൊ ഇത് മൂന്നാണ് നമ്മൾ സെഷനിൽ നോക്കുക. ഫസ്റ്റ് നമുക്ക് ഇന്ന് ഗൂഗിൾ മീറ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്രോമിലോ ഗൂഗിൾ മീറ്റിലൊക്കെ പോയിട്ട് meet.google.com ഉണ്ട്. ഇതുപോലെ meet.google.com എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരും. ഓക്കെ, അതിൽ ജസ്റ്റ് നമ്മൾ കയറാം. ഓക്കെ, ഓപ്പൺ ആക്കാം. ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഓക്കെ, ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. എന്റർ കോഡ് ഓർ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനും വരും. അതായത് നമുക്ക് വേറെ ആരുടെയെങ്കിലും മീറ്റിൽ കയറണമെങ്കിൽ അവർ തന്ന ലിങ്കിലോ അല്ലെങ്കിൽ അവരുടെ കോഡോ ഉണ്ടാവും. ആ ലിങ്കോ കോഡോ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം, നമുക്കൊരു മീറ്റിൽ ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ആസ് ടീച്ചേഴ്സ് നമ്മൾ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ന്യൂ മീറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്താൽ 3 ഓപ്ഷൻ താഴെ കാണാം. ക്രിയേറ്റ് എ മീറ്റിംഗ് ഫോർ ലേറ്ററും, സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റന്റ് മീറ്റിംഗും, ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കാലണ്ടറിനും 3 ഓപ്ഷൻ കാണാം. മൊബൈലിലാണെങ്കിൽ 2 ഓപ്ഷൻ ആയിരിക്കും, ക്രിയേറ്റ് എ മീറ്റിംഗും ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കാലണ്ടർ. ഇങ്ങനെ 2 ഓപ്ഷൻസ് ആയിരിക്കും ഗൂഗിൾ മീറ്റിൽ. നമ്മൾ ഫോണിലാണ് ഈ കാണാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫോണിലും ചെയ്യാം, ലാപ്പിലും ചെയ്യാം. ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഈ ന്യൂ മീറ്റിംഗിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാന്ന് ഓൾറെഡി ഇപ്പൊ നമുക്ക് വേറൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് കാലണ്ടറിൽ വരും. ഓക്കെ, ഗൂഗിൾ കാലണ്ടറിൽ അത് വരും. അവിടെ നമുക്ക് അന്നത്തെ ഏത് ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ AI-യുടെ ക്ലാസ് ആണ് നമ്മൾ അന്ന് എടുക്കാൻ പോകുന്നതെങ്കിൽ അത് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ദെൻ ഏത് ഡേ, ഏത് സമയത്ത്, എത്ര സമയം വരെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊരു അലാം ഒക്കെ അടിക്കും. ഒരു 30 മിനിറ്റ്സ് ബിഫോർ നമുക്കൊരു അലാം ഒക്കെ വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ കാലണ്ടറിൽ വരും. നോക്കി ഇവിടെ വന്നു. ഓക്കെ, ഫ്രൈഡേ 5th ഡിസംബർ 5th ഫ്രൈഡേ 7 to 8 PM നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കണ്ടോ ക്ലാസ് ഇൻവൈറ്റ് ലിങ്ക് ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് എന്നൊക്കെ കണ്ട് കാണാം. അപ്പൊ ഈ ഇൻവൈറ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ നെയിം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് നമ്മൾ ടൈപ്പ് മെസ്സേജിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, അവിടെ പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ദെൻ നമ്മൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോ അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് അത് കിട്ടും. അങ്ങനെ അവർക്ക് ജസ്റ്റ് ആ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ മീറ്റില് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് കേട്ടോ. ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു മീറ്റിംഗ് ഒരു ലിങ്ക് ജസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു ഡേക്ക് നമുക്ക് നാളെ നടത്താനുള്ള മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഇന്ന് നടത്താൻ പോകുന്ന മീറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, ക്രിയേറ്റ് എ മീറ്റിംഗ് ഫോർ ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി ഇപ്പൊ നമ്മള് ക്ലാസ് തുടങ്ങാൻ പോവാണ്, ലിങ്ക് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റന്റ് മീറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അതുപോലെ നമുക്ക് അപ്പൊ തന്നെ ഒരു മീറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ആഡ് അതേഴ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഇവിടെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ആഡ് അതേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ ID ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കാനായിരിക്കും. ഇവിടെ നമുക്ക് മീറ്റ് എന്ത് ചെയ്താൽ മതി, ലിങ്ക് കോപ്പി ചെയ്താൽ മതി. ഇവിടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൽ പോവാ, ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ സെലക്ട് ചെയ്യുക, അവിടെ ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇനി മൊബൈലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന രീതി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കോപ്പി ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ടൈപ്പ് മെസ്സേജ് എടുത്ത് അമർത്തി ടച്ച് ചെയ്യണം. അമർത്തി ടച്ച് ചെയ്യുമ്പോൾ എന്ത് വരും, അതിന് ഒരു ഓപ്ഷൻ കൂടെ വരും, അവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ അത് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ.
ഓക്കെ, അതായത് ടൈപ്പ് മെസ്സേജിൽ ജസ്റ്റ് അമർത്തി ടച്ച് ചെയ്യുക, അതിൽ പേസ്റ്റ് വരും, അത് കൊടുക്കുക. അങ്ങനെയാണ്. ചിലവർക്കെങ്കിലും വാട്സപ്പിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മളുടെ ഗൂഗിൾ മീറ്റിൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, നമ്മുടെ പിക്ചർ നമ്മുടെ അവിടെ നമ്മളെ കയറിയ മെയിൽ ഐ ഡി കാണാനുണ്ട്. ഓക്കെ, അതല്ല, ഇതിലെന്താണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇതിൽ പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഓപ്ഷൻസുകൾ കാണുക. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാം. നമ്മുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചിത്രം തന്നെ ആയിരിക്കും കാണുക. നമ്മുടെ ഫോട്ടോന്റെ മുകളിൽ അതിൽ അവിടെ 3 ഡോട്ടൊക്കെ ഉണ്ടായിരിക്കും. ആ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇതുപോലൊരു ഇമേജ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണോ, ഓൾറെഡി മീറ്റ് കാണ്ട് യൂസ് ക്യാമറ. ഓക്കെ, സൂമില് നമ്മൾ മീറ്റിൽ ഓൾറെഡി ഉണ്ട്. സൂമിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സൂമിൽ ഓൾറെഡി മീറ്റിലിരിക്കുന്ന കാരണമാണ് ഇവിടെ വീഡിയോ ഓൺ ആവാത്തത് കേട്ടോ. എന്നാലും ഞാനൊന്ന് വെറുതെ പിന്നെ ശ്രമിച്ചേക്കിയതാണ്. ഓക്കെ, അപ്പൊ നോക്കിയിടാ, നമുക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി കൊടുക്കാം. നമ്മുടെ തന്നെ ഇമേജ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് പറ്റും. ഇപ്പൊ ഇതുപോലെ നമ്മുടെ ഇപ്പൊ സ്റ്റഡീസിയുടെ ഇപ്പൊ നമ്മളുടെ ഒരു സ്റ്റഡീസിയുടെ അല്ലെങ്കിൽ സ്കിൽ ലൈറ്റ് പ്രോന്റെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിന്റെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരേണ്ടത് ഏത് ഇമേജ് ആണ് നമുക്ക് ഇതിലൂടെ തീരുമാനിക്കാം. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മെസ്സി ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്ലിയർ അല്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുകൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അതുപോലെ ബ്ലർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഇതുപോലെ ഇവിടെ ഇതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ബ്ലർ ആയി നിൽക്കും. അതല്ലെങ്കിൽ ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള അങ്ങനെ ലൈബ്രറിയുടെ പിക്ചറോ ഓഫീസ് റൂമിന്റെ പിക്ചറോ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടോ, ഇതുപോലെ നമുക്ക് വെക്കാൻ വേണ്ടിട്ട് പറ്റും. ഇനി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫണ്ണായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഫിൽറ്റേഴ്സ്. അപ്പൊ ക്ലാസ്സിന്റെ ഇടയിലൊക്കെ ബോറടിക്കുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു ബൂസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫിൽറ്റേഴ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക്. അവർ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങില്ല. അപ്പൊ ഇതുപോലത്തെ അങ്ങനെയൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കുറച്ച് സമയം അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിലോ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് കളിക്കാവുന്ന ഗെയിമുകളിൽ പെട്ട ഒരു സംഭവമാണ് ഈ ഫിൽറ്റർ ഒക്കെ കേട്ടോ. ഓക്കെ, ദെൻ അപ്പിയറൻസ് ആ ഫോണിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും ഫോണിൽ നമുക്ക് കിട്ടും. ദെൻ സ്റ്റൈലുകള് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മാറ്റാം. ജസ്റ്റ് നൈറ്റിലുള്ള പോലത്തെ ലൈറ്റ്, സൺലൈറ്റ്, ഒരു സണ്ണ് ജസ്റ്റ് ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോനെ അറേഞ്ച് ചെയ്യാം. അതൊക്കെയാണ് ഇതില് പറയുന്നത്. ഇനി നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കിയേ. ഇത് മൊബൈലിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാനുള്ളത്, മ്യൂട്ട് ചെയ്യാനുള്ളത്, ക്യാമറ ഓൺ ആക്കാനുള്ളത്, ഓഫ് ആക്കാനുള്ളത്, ദെൻ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ളത്. ഇത് ലാപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണാം. പക്ഷെ മൊബൈലില് ഇത് കഴിഞ്ഞാല് ഈ എന്താണ് റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു 3 ഡോട്ട് ആയിരിക്കും ഉണ്ടാവുക. ആ 3 ഡോട്ടിലാണ് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ മൊബൈലിൽ കിടക്കുന്നുണ്ടാവുക കേട്ടോ. മൊബൈലിൽ കിടക്കുന്നുണ്ടാവുക ആ 3 ഡോട്ടിലാണ്. ഇവിടെ നമുക്ക് ലാപ്പിൽ ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഷെയർ സ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്ക്രീന് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണ് പറയാ, നിങ്ങൾ വൈറ്റ് ബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിട്ട് അല്ലാതെ യൂസ് ചെയ്യുന്ന വൈറ്റ് ബോർഡ്സ് ഉണ്ട്, നമ്മൾ പഠിക്കുവേ. പക്ഷെ അല്ലാതെ നമ്മുടെ സ്ക്രീനിലുള്ള എന്തെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇമേജോ വീഡിയോസോ എന്താണ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷെയർ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ക്രീൻ അങ്ങനെയാണ് അവർക്ക് കാണുക. ഈ ഷെയർ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ കണ്ടോ, ഓൾസോ ഷെയർ ടാബ് ഓഡിയോ എന്ന് പറയുന്നിടത്ത് ഇവിടെ ഓൾറെഡി ഓൺ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇതേ ഓപ്ഷൻ എവിടെ ഉണ്ടെന്ന് അറിയാം, മൊബൈലിലും ഉണ്ട്. മൊബൈലിൽ നമ്മൾ ഷെയർ സ്ക്രീൻ, അതായത് 3 ഡോട്ടിൽ പോയിട്ട് ഷെയർ സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിൽ വരിക ഒരു ചെറിയൊരു കുഞ്ഞിക്കള്ളിയിൽ ചോദിക്കുക, ഒരു ചെറിയ കുഞ്ഞിക്കള്ളി നമുക്കിവിടെ ടിക്ക് ചെയ്യാനുള്ള ചെക്ക് ലിസ്റ്റ് പോലെ ടിക്ക് ചെയ്യാനുള്ളത് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ടാവും, നിങ്ങളുടെ വീഡിയോന്റെ നിങ്ങളുടെ ഫോണിന്റെ ഓഡിയോ കൂടി അവർക്ക് ഷെയർ ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പൊ അത് ഓക്കെ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫോണില് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കേൾക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ് പല ടീച്ചേഴ്സും എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ
ഞാൻ ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് എന്റെ ഫോണിന്റെ എന്തോ കംപ്ലൈന്റ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ബാക്കിയുള്ള ഫോണുകളിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, എന്റെ ഫോണിൽ എന്തോ സൗണ്ട് ഒന്നും വരില്ല, നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന്റെ സൗണ്ട് ഒന്നും അവർക്ക് കേൾക്കണില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഈ ഒരു സ്വിച്ച് ഇത് ഓൺ ആക്കി കൊടുക്കാത്തതുകൊണ്ടായിരുന്നു. നമ്മള് അവിടെ നമ്മളോട് ചോദിക്കും കേട്ടോ, റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൽ കണ്ട പോലെ. പക്ഷെ മറ്റേതിലൊരു ചെക്ക് ബോക്സാ വരിക, ഒരു ടിക്ക് ഇടാനുള്ള ഒരു ബോക്സാ വരിക. അപ്പൊ അതും കൂടെ കൊടുത്തതിന് ശേഷം വേണം ഷെയർ ബട്ടൺ അതിലെ ഫോണിലാണെങ്കിലും കൊടുക്കാൻ. ഇവിടെ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വിൻഡോ മാത്രമായിട്ട് കാണിക്കണോ, അതായത് ഇവിടെ മാത്രം സൂം കാണിക്കണം, ഇത് ക്യാൻവ കാണിക്കണം, ഇങ്ങനെ ഓരോന്ന് ഇന്ന ടാബായിട്ട് കാണിക്കണം ചോദിക്കും. അല്ല എൻ്റെ സ്ക്രീൻ ആയിട്ട് കാണിക്കണമെന്ന് വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ മൊബൈലാണെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. മൊബൈലാണെന്നുണ്ടെങ്കിൽ ഒരു എന്റെ സ്ക്രീൻ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല എന്ന് വെച്ചാൽ അതിൽ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സ്ക്രീനാണ് അവിടെ പ്രസന്റ് ആവുക. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ ഫോണിലുള്ള എന്തെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്ലാപ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അവരൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. സ്നേഹം അറിയിക്കാൻ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ എന്താണ്, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തത് CC എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. CC ഇതും എവിടെയാന്ന് അറിയാം, മൊബൈലിലെ 3 ഡോട്ടിലാണ് കേട്ടോ. മൊബൈലിലെ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാലാണ് ഈ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ, റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെയല്ലേ. മൊബൈലില് റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഇതിവിടെ കൈ ഇങ്ങനെ ഉണ്ടാവും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ 3 ഡോട്ടിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ 3 ഡോട്ടിലാണ്. അതുപോലെ തന്നെ മെസ്സേജ്, ഇൻകോൾ മെസ്സേജസ്, ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മൊബൈലിലാണ്. ഞാൻ മൊബൈലിൽ ഒരു വീഡിയോ കൂടി വേറെ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മൊബൈലിലുള്ളത് വേറെ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് 3 ഡോട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ വൺ മിനിറ്റ്, സോറി, CC അതായത് 3 ഡോട്ടിലാണ് മൊബൈലിൽ വരുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ദെൻ ഇവിടെ CC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലൈവ് ക്യാപ്ഷൻ ഓൺ ആക്കി ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ലൈവ് ക്യാപ്ഷൻ ഓൺ ആക്കി ഇടാനും ഓഫ് ആക്കി ഇടാനും വേണ്ടിയിട്ട് പറ്റും. ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ എഴുതിയിട്ട് ഇങ്ങനെ കാണിക്കും താഴെ. ഓക്കെ, ഇതിപ്പോ എന്റെ മൈക്രോഫോൺ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ കാണിക്കും. അങ്ങനെയാണ് ക്ലാസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അതായത് ഓൺലൈൻ ക്ലാസ്സുകളിലാവുമ്പോൾ ക്ലാസ് മാനേജ് ചെയ്യാൻ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യരുത്, അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കരുത്. കുറച്ച് വലിയ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, ലാർജ് ഇതുള്ള ക്ലാസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കരുത്. മൊത്തത്തിൽ നമ്മൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ എന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ റൈസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിക്കുക, റൈസ് ഹാൻഡ് ചെയ്യുക, അപ്പൊ മിസ് വിളിക്കും, അപ്പൊ അവർ മാത്രം മൈക്ക് ഓൺ ആക്കിയാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ റൈസ് ഹാൻഡ് ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളൊരു മീറ്റിലാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ജസ്റ്റ് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ചാടി മൈക്ക് ഓൺ ആക്കി ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, റൈസ് ഹാൻഡ് ഓപ്ഷൻ ഇടുക. അപ്പൊ അവര് അത് ശ്രദ്ധയിൽ പെടും ഹോസ്റ്റിന്റെ. അപ്പൊ ഹോസ്റ്റ് അങ്ങനെ വിളിക്കുകയാണ് ചെയ്യാം. ഓക്കെ, ദെൻ 3 ഡോട്ടിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് നോക്കിയേ. അഡ്ജസ്റ്റ് വ്യൂ, അതായത് നമ്മളിത് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്താണ്, ടൈലുകളായിട്ടോ, ഓരോ ചെറിയ ചെറിയ കള്ളികളായിട്ടോ, വലിയ കള്ളിയായിട്ടോ, ഒറ്റ ബാറായിട്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വ്യൂ വരേണ്ടത്. ഇത് ഫോണിൽ ഈ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഫോണില് അഡ്ജസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒന്നും മൊബൈൽ ഫോണിൽ ഇല്ല. മൊബൈൽ ഫോണിൽ ഇല്ലാത്ത കുറച്ച് ഓപ്ഷൻസും കൂടെ ലാപ്ടോപ്പിൽ അധികം ഉണ്ട്. അപ്പൊ പക്ഷെ മൊബൈലിൽ ചെയ്യാം നമുക്ക്. ഓക്കെ, എല്ലാം മൊബൈലിലും ചെയ്യാം, പക്ഷെ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ കുറവായിരിക്കുന്നേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സ് മാറ്റാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ജസ്റ്റ് വീഡിയോന്റെ ക്യാപ്ഷൻസിന്റെ ഒക്കെ ഓൺ ആക്കിയിട്ട് ഒന്ന് നോക്കിയേക്കുക. ക്യാപ്ഷനിൽ എന്താ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓഡിയോ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അതിൽ ഡീഫോൾട്ട് വന്ന് കിടക്കുന്നതന്നെയായിരിക്കും. ക്യാപ്ഷൻസിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഇംഗ്ലീഷ് ആക്കി മാറ്റി കഴിഞ്ഞാലാണ് സോറി, ഇംഗ്ലീഷിൽ കിടക്കുന്നത് മലയാളത്തിലാക്കി കഴിഞ്ഞാലാണ് ഇത് മലയാളത്തിലാക്കിയാലാണ് നമ്മൾ പറയുന്നത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വരുള്ളൂ കേട്ടോ.
ഓക്കെ, അതല്ല ഇത് ഇംഗ്ലീഷിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ മലയാളമാണ് സംസാരിക്കണമെങ്കിൽ മലയാളത്തിൽ സംസാരിച്ചതിന് ശേഷം ക്യാപ്ഷൻ ഓൺ ആക്കുക. ഇത് ഇവിടെ കണ്ടോ ക്യാപ്ഷൻസ് ഉണ്ടായിരുന്നില്ലേ, CC. ആ ക്യാപ്ഷൻസ് ഓൺ ആക്കുമ്പോഴുള്ള സെറ്റിംഗ്സ് ആ പറയുന്നത്. 3 ഡോട്ടിൽ പോയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ക്യാപ്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം കേട്ടോ. മലയാളം ഇംഗ്ലീഷ് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ അതില് റിയാക്ഷൻസ്. ഓക്കെ, റിയാക്ഷൻസിൽ എന്താണ് കുറച്ച് ഓപ്ഷൻസ് വരുന്നത്. ഷോ റിയാക്ഷൻസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നത് കാണിക്കണോ, അത് ആനിമേറ്റ് ചെയ്യണോ, അത് വരുമ്പോ കമ്പനി അക്കമ്പനി ചെയ്യുമ്പോൾ സൗണ്ട് അക്കമ്പനി ചെയ്യണം, സൗണ്ടും കൂടെ വരണോ അതിന്റെ കൂടെ, അങ്ങനെയൊക്കെ. If you are using a screen reader, don't announce reactions എന്നുള്ള announce all reactions, play sound for all reactions, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, ആക്സസിബിലിറ്റി ഉണ്ട്. സെലക്ട് ഹൗ യു വാണ്ട് ടു ഹിയർ റിയാക്ഷൻസ് ഇഫ് യു ആർ യൂസിങ് എ സ്ക്രീൻ റീഡർ. ഒരു സ്ക്രീൻ റീഡർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് എന്താണ് ഈ റിയാക്ഷൻസിനെ എങ്ങനെ കാണിക്കണം. അപ്പൊ നമുക്കതും സ്ക്രീനിൽ ഇങ്ങനെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് അനൗൺസ് റിയാക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസ് ഒക്കെ കഴിഞ്ഞില്ലേ. പിന്നെ കോള് കട്ടാക്കാനുള്ള ഓപ്ഷൻ, ദെൻ കുറച്ച് മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. പീപ്പിളിനെ ഇനിയും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ആഡ് പീപ്പിൾ. ഇവിടെ ഇമെയിൽ ID കൊടുത്തിട്ട് നമുക്ക് അവരെ ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ കോഡ് ഉണ്ടാവും താഴെ കണ്ടോ. ഈ ഒരു കോഡ് കൊടുത്താലും മതി അവർക്ക്. താഴെയുള്ളത് ഈ ഒരു കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതുപോലെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ കോപ്പി കാണാം, കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തിട്ട് ആർക്കാണോ ഇതിൽ ജോയിൻ ചെയ്യേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചാറ്റ് ബോക്സ് ആണ്. നമുക്ക് ഇതിലുള്ള ആരോട് വേണമെന്നുണ്ടെങ്കിലും ചാറ്റ് ചെയ്യാം. ഇപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ചാറ്റ് ബോക്സിൽ ഇടാനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് മീറ്റിംഗ് ടൂൾസുകളാണ്. അതായത് മീറ്റിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക, ഒരു വർക്കൊക്കെ കൊടുത്തു കുട്ടികൾക്ക് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ടൈമർ ഓൺ ആക്കി വെക്കാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ ഇവിടെ ഇങ്ങനെ മുകളിൽ കണ്ടോ ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ടൈമർ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അത് നമ്മൾ എന്ത് ചെയ്യാണ്, പോസ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ടൈമർ വെച്ചിട്ട് കാണാൻ വേണ്ടിട്ട് പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കോ കൊടുക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവില്ലേ. അങ്ങനെ പിന്നെ നമുക്കിവിടെ കുറെ ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ പെയ്ഡ് വേർഷനിലുള്ളതാണ്. റെക്കോർഡ് ചെയ്യാനും ട്രാൻസ്ക്രൈബ് ചെയ്യാനും ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനും കോൾസ് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ടുള്ള വേർഷനിലല്ല, മറ്റേ വേർഷനിലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അതാണ് മീറ്റിംഗ് ടൂൾസ്. ദെൻ ഹോസ്റ്റ് കൺട്രോള് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇടാ ഹോസ്റ്റ് കൺട്രോൾ. ഹോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പവർ. എന്ന് വെച്ചാല് ഹോസ്റ്റ് നമ്മൾ നടത്തുന്ന ആളുടെ അധികാരമാണ് ആരൊക്കെ എന്തൊക്കെ എന്നൊക്കെ പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ പറയാണ് മീറ്റിംഗ് കോൺട്രിബ്യൂഷൻ ഹോസ്റ്റ് മാനേജ്മെന്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലെറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ്, അതായത് ഇവരെ നമ്മളുള്ള പാർട്ടിസിപ്പൻസ് അതിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ. അവര് സ്ക്രീൻ ഷെയർ ചെയ്യണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വേണ്ട, ഓഫ് ചെയ്തിടാം. ഓക്കെ, അല്ലെങ്കിൽ ഓൺ ആക്കിടാം. സെൻഡ് റിയാക്ഷൻസ്. ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഈ പ്രത്യേകിച്ച് ഇതിങ്ങനെ ആനിമേറ്റ് ചെയ്യുന്ന കണ്ടാലേ റിയാക്ഷൻസ് ഇങ്ങനെ ആനിമേറ്റ് ചെയ്യല്ലേ, അപ്പൊ ഇവർക്ക് ഭയങ്കര രസമായിരിക്കും. അപ്പൊ അവരത് ഇങ്ങനെ ഇടക്കിടക്ക് ചെയ്ത് നോക്കും. സോ അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. വലിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ വലിയ വിഷയം ഉണ്ടാവും, ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ടേൺ ഓൺ ദെയർ സോറി അവര് സെൻഡ് റിയാക്ഷൻസ് വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ടേൺ ഓൺ ദെയർ മൈക്രോഫോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് അവർക്ക് തന്നെ അവരെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഫോണിലില്ല ഈ ഒരു ഓപ്ഷൻ. ഏത് ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ, ഷെയർസിന് ഷെയർ ദെയർ സ്ക്രീൻ അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ടേൺ ഓൺ ദെയർ മൈക്രോഫോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മ്യൂട്ട് ചെയ്ത് വെക്കുന്ന പരിപാടി നമുക്ക് ഫോണിൽ പറ്റില്ല. ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും പോയിട്ട് ഇതുപോലെ അവരുടെ എല്ലാ 3 ഡോട്ടിൽ പോയിട്ട്
എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഓരോരുത്തരെ അൺമ്യൂട്ട് ചെയ്യാനേ അല്ല മ്യൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ അവര് ഓപ്പൺ ആക്കുമ്പോൾ എന്താണ് അവർക്ക് മൈക്രോഫോൺ ഓൺ ആക്കാൻ പറ്റണില്ല എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പൊ അവർക്ക് മൈക്രോഫോൺ ഓൺ ആവില്ല. അതുപോലെ അവരുടെ വീഡിയോസ് ഓൺ ആക്കി വെക്കണോ, അതായത് അവര് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഓഫ് ആവും, അല്ലാതെ രീതിയിൽ അവർക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റാതെ ആക്കാൻ നമുക്ക് വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ചാറ്റ് മോഡറേഷന് ലെറ്റ് പാർട്ടിസിപ്പൻറ്റ് സെൻഡ് മെസ്സേജ്. ഓക്കെ, പാർട്ടിസിപ്പൻസിനൊക്കെ മെസ്സേജ് അയക്കട്ടെ. ദെൻ ഹോസ്റ്റ് മസ്റ്റ് ജോയിൻ ബിഫോർ എനി വൺ എൽസ്. മറ്റുള്ളവരെക്കാൾ മുൻപ് ഈ ഹോസ്റ്റ് ജോയിൻ ചെയ്യണോ എന്നാ ചോദിക്കണേ. അതായത് ഹോസ്റ്റ് ജോയിൻ ചെയ്യണതിന്റെ മുൻപ് മറ്റുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് കേട്ടോ. ഓക്കെ, ഹോസ്റ്റ് മസ്റ്റ് ജോയിൻ ബിഫോർ എനി വൺ എൽസ് എന്നുള്ളതാണ്. അത് നിർബന്ധമാക്കണോ, അതായത് നമ്മളിപ്പോ മറ്റുള്ളവർ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഹോസ്റ്റിന് ഇതുപോലെ മീറ്റിൽ കയറിയിട്ട് ഇരിക്കാം. സോറി, ഐ എം സോ ക്ലംസി. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് സാധാരണ ഒരു മീറ്റ് നടത്തുമ്പോൾ ഈ നമ്മളാണല്ലോ, അതായത് ഹോസ്റ്റ് ആണല്ലോ അവരെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോ ഇപ്പോ നമ്മളിപ്പോ ഈ ഒരു ഇത് ഓൺ ആക്കിയിട്ടിട്ട് കഴിഞ്ഞാല് ഇത് മസ്റ്റ് ജോയിൻ ബിഫോർ എനി വൺ എൽസ് എന്നുള്ളത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാല് അവര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ കാണിക്കാന്നറിയോ, ഇങ്ങനെ വെയിറ്റിംഗിലാണ് നിങ്ങളെ ഹോസ്റ്റ് നിങ്ങളെ എൻട്രി ചെയ്യുന്നത് വരെ നിങ്ങളവിടെ വെയിറ്റിംഗിലാണെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കും. നേരെ മറിച്ച് ഇത് നമ്മൾ എന്താക്കിട്ടു, ഈ ഹോസ്റ്റ് നിർബന്ധമല്ല, എന്താണ് ഹോസ്റ്റ് ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ മീറ്റിൽ കയറും. പക്ഷെ അങ്ങനെ ആള് വന്നാലേ തുടങ്ങുള്ളൂ. പക്ഷെ മീറ്റിലേക്ക് നമുക്ക് ഒരു എൻട്രി അവിടെ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ദെൻ ഓപ്പൺ ആൻഡ് ട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് എന്താണെന്ന് അറിയോ? എല്ലാവർക്കും മീറ്റിംഗിലേക്ക് കയറി വരാം എന്നാണെങ്കിൽ ഓപ്പൺ കൊടുക്കാം. അതായത് വലിയ മീറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് സ്വീകരിക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ചിലപ്പോ ചെറിയ ക്ലാസിന്റെ ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി ഇടണ്ട, കാരണം ആർക്ക് വേണമെങ്കിൽ കയറാലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പൊ നമ്മൾ അത് ട്രസ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി നമുക്ക് വരുന്ന പോലെ അഡ്മിറ്റ് ചെയ്യണോ ഡിക്ലൈൻ ചെയ്യണോ നമുക്ക് തീരുമാനിക്കാനുള്ള ആ ഒരു സാധനം വരും. ഓക്കെ, പിന്നെ മറ്റു ഓപ്ഷൻസ് ആഡ് ഓൺ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യാൻ അനുവാദം കൊടുക്കണം. അലോ തേർഡ് ആപ്സ് ടു കളക്ട് ഓഡിയോ ആൻഡ് വീഡിയോ എന്നൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ മീറ്റ് വരുന്നത്, ഗൂഗിൾ മീറ്റിന്റെ ഓപ്ഷൻസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അല്ലാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഗൂഗിൾ മീറ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു.